സോ ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് കര എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലറാണ് ഗൈസ്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വിനീത് ശ്രീനിവാസനാണ് ഗൈസ്. അതായത് വിനീത് ശ്രീനിവാസൻ്റെ നെക്സ്റ്റ് പടം ഹൃദയപൂർവ്വത്തിന് ഹൃദയപൂർവ്വം എന്തായിരുന്നു പടത്തിൻ്റെ പേര്? നമ്മുടെ പ്രണവ് മോഹനും ധ്യാൻ ശ്രീനിവാസനെ വെച്ച് ആ പടത്തിന് ശേഷം കരം വരികയാണ് ഗൈസ്. ഇതൊരു ആക്ഷൻ പടമാണ് ഗൈസ്. അതിൻ്റെ ഇതിൻ്റെ അകത്ത് നായകനായിട്ട് വരുന്നത് നോബിൾ ബാബു തോമസ്. നിങ്ങൾക്ക് പുള്ളി അറിയാമോ? എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് കണ്ടു നോക്കുന്നത് ഈ പടത്തിന് ആൾക്കാർ കയറുന്നെങ്കിൽ ഒറ്റ പേരുള്ളൂ, വിനീത് ശ്രീനിവാസൻ. എൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഷാൻ റഹ്മാനാണ് ഗൈസ്. ഇതിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ നമ്മുടെ സരിഗമ മലയാളത്തിലാണ്, യൂട്യൂബ് ചാനലാണ് അവർ റിലീസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്തായാലും എൻ്റെ ട്രെയിലർ ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഒരു ഗൈസ്, യൂസ് ഹെഡ്ഫോൺസ് ഫോർ ബെറ്റർ എക്സ്പീരിയൻസ്. एक महीना हो चुका है मिस्टर यादव, हर रोज कम से कम 20 लोगों का फोन आता है. ये सब क्या हो रहा है मिस्टर यादव? എന്താണ് അവിടെ സംഭവിക്കുന്നത് നമുക്ക് അറിയണം. നീറിയിലെ സിനിമാസ് തന്നെയാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മിലിറ്റന്റ് ആക്ടിവിറ്റീസിനെ കുറിച്ച് നീ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. എല്ലാവരും സ്പെക്കുലേറ്റ് ചെയ്യുന്ന പോലെ ഒരു മാസ് മർഡർ ആണ് അവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. സിന്ദാബാദിൽ നമ്മൾ നടത്തിയ അറ്റാക്ക് ഉമൈദ് ഒരിക്കലും മറക്കില്ല. I think they are after us. എടുത്ത് തന്നെയാണോ? Please be very very careful. ചിലപ്പോ അവരെ നമ്മളെ ട്രാക്ക് ചെയ്യുന്നുണ്ടാവും. എന്ത് ഡയറക്ടർ ഓഫ് തീര? യെസ്. ഇതെന്താ എന്നോട് പറയുന്നത്? അങ്ങനെ പലതും നീ എന്നോട് ഇപ്പോഴല്ല പറയുന്നത്. നിനക്ക് നിന്റെ കാര്യം മാത്രം, നിന്റെ അപ്പനെ പോലെ തന്നെ. മനോജ് കിരൺ. Not my fault. സാർ എങ്ങോട്ട് വേണേലും പോ. കാര്യം എന്താണെന്ന് എന്നോടൊന്ന് പറ. He can't speak. ബാബുരാജ് പുള്ളി ഇപ്പം എല്ലാ പടത്തിലുണ്ട്. രാജ്യമാണ്. Don't put all of us in danger. ഇത് പറ്റിപ്പിള്ളില്ലേ വില്ലുമാരൊക്കെ എന്ത് പുറത്താ? തോക്ക് പോലും കണ്ടിട്ടില്ല. ഷാജോ നമ്മൾ എന്ത് ചെയ്യാനാ? വേണ്ട സാറേ, ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നോബിൾ ബാബു തോമസ്, വൈശാഖ് സുബ്രഹ്മണ്യൻ, വിനീത് ശ്രീനിവാസൻ. ഇതിന് റൺസേ ബോക എന്നാ പറയുന്നേ. ഹാൻഡ് ഓഫ് ഗോഡ്, പ്രൈം ദൈവത്തിന്റെ കരം. കരം. ഓ മാൻ, 25 സെപ്റ്റംബർ അടുത്ത മാസം റിലീസ്. എൻ്റെ പൊന്നോ ഗൈസ്, ഏതാ മേക്കിംഗ് ഒക്കെ? നിങ്ങൾ ആ ട്രെയിലർ കണ്ടു? എന്ത് ചെയ്തിരിക്കുന്നത് ഗൈസ്? ലിറ്ററലി പുള്ളിയുടെ ഒരു സോൺ ഔട്ട് പടമാണ് സത്യം പറഞ്ഞാൽ. വിനീത് ശ്രീനിവാസൻ സോൺ ഔട്ട് ചെയ്ത ഒറ്റ പടമുള്ളൂ, അത് തീരെയാണ് ഗൈസ്. അത് എത്ര പേര് കണ്ടിട്ടുണ്ട്? ഈ സ്കിഡിലെ പടമാണ്, എനിക്ക് ഇഷ്ടമായി. അതിൻ്റെ അകത്ത് ധ്യാൻ ശ്രീനിവാസനാണ് നായകൻ ആൻഡ് ശോഭനയുണ്ടത്. അത് ഭയങ്കര കിള്ളം പടമാണ് ഗൈസ്. അതും ഇതുപോലത്തെ എന്തോ അതിനകത്ത് എന്തോ അനിയത്തിയെ തട്ടിക്കൊണ്ടുപോകുന്നത്, അങ്ങനത്തെ എന്തോ പിള്ളേരെ തട്ടിക്കൊണ്ടുപോകുന്നത്, അങ്ങനത്തെ എന്തോ സംഭവമാണ് ഗൈസ്. ബട്ട് ദിസ് ലുക്സ് ആബ്സല്യൂട്ട് കില്ല. ആൻഡ് ഈ പടം ഫുള്ള് പുറത്ത് എടുത്തേക്കുന്നതെന്ന് തോന്നുന്നു ഗൈസ്. ഫുൾ ഔട്ട്സൈഡ് ലൊക്കേഷൻസ് ആണ്, ഫോറിൻ ലൊക്കേഷൻസ് ആണ് മുഴുവൻ കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഷാൻ റഹ്മാൻ്റെ മ്യൂസിക്കും കില്ലായിട്ടുണ്ട്. അങ്ങനെ ലിറ്ററലി ഈ പടം വിഷയമായിരിക്കും കേട്ടോ. ഇതിൽ ആൾക്കാർ ഈ കാണുകയാണെങ്കിൽ ലിറ്ററലി ഇത് കില്ലായിരിക്കും. ഗൈസ് ഒന്നുമില്ല, എന്ത് കില്ലായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് പുള്ളിയുടെ ആ ഒരു ലിറ്ററലി ഒരു വ്യത്യാസം കാണാൻ പറ്റും ഗൈസ്. ആ പടത്തിന് ശേഷം പുള്ളി ഇങ്ങനത്തെ ഒരു പടം ചെയ്യുമെന്ന് വെച്ചാൽ ലിറ്ററലി കില്ല. ഓ ഒരു രക്ഷയില്ല ഗൈസ്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ, ചെറിയ വീഡിയോ ആണ് ഗൈസ്. ആൻഡ് ട്രെയിലർ 2 മിനിറ്റ് അങ്ങോട്ട് ഉള്ളൂ. കിടിലൻ ട്രെയിലർ, ആക്ഷൻസ് പീസ് ആയാലും കൊള്ളായിരുന്നു. കുറേ ഫോറിനേഴ്സ് എല്ലാവരും ഉണ്ട് ഗൈസ് പടത്തിൽ. ഫുൾ ഫോറിനൊക്കെ എടുത്തേക്കുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ. നമ്മൾ റോഡ് ടു 1K ആണ്, എത്തിക്കാൻ ശ്രമിക്കുക ഗൈസ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.